ഈ കോംപ്റ്റിന് എങ്ങനെ ഇത് കിട്ടി എന്നതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരം ഇപ്പോഴും ഇല്ല. കോംപ്റ്റ് അണ്ടർ ക്വാളിഫൈഡ് ആണ്, അവർ ബ്ലാക്ക് ലിസ്റ്റഡ് ആണ്, കേസ് നിലനിൽക്കുന്നുണ്ട് എന്ന് ഇന്ത്യയിലെ നൂറുകണക്കിന് സർവകലാശാലകളിൽ ഒന്ന് മാത്രമായ കണ്ണൂർ സർവകലാശാലക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിനും അവർ നയിക്കുന്ന MHRDക്കും അവരുടെ നേതൃത്വത്തിലുള്ള CBSEക്കും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് നുണയാണ്. അപ്പം അത് പ്രത്യേകമായി കാണണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ സമര രംഗത്തേക്ക് SFI നേതൃത്വം കൊടുക്കുകയാണ്. ഇപ്പോൾ നീറ്റിൻ്റെ വിഷയത്തിൽ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ മാർച്ച് ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ശക്തമായ സമരം അതിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവന്നു. ഇപ്പോൾ ഇതിൻ്റെ തുടർച്ച എന്നോണം നീറ്റിലെയും CBSEയിലെയും ക്രമക്കേടുകൾ വിവരിച്ചുകൊണ്ട് ഒരു ലഘുലേഖ ക്യാമ്പയിൻ CBSE സ്കൂളുകൾ കേന്ദ്രീകരിച്ചും എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകൾ കേന്ദ്രീകരിച്ചും ഈ വരുന്ന ദിവസങ്ങളിൽ ജൂൺ 5 തൊട്ട് ഇന്ന് തൊട്ട് 10-ാം തീയതി വരെ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കാൻ SFI തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ ഇടങ്ങളിലും ആ ക്യാമ്പയിൻ നടക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ജൂൺ 8-ന് സംസ്ഥാനത്തെ സ്കൂൾ കോളേജ് SFI യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് ബസ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജൂൺ 9-ന് സംസ്ഥാനത്തെ 209 ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസിനു മുൻപിൽ ധർണാ സമരം സംഘടിപ്പിക്കാനും തീരുമാനിക്കുകയാണ്. ജൂൺ 10-ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും രാപ്പകൽ സമരം സംഘടിപ്പിക്കാൻ SFI തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിചേർന്ന് രാപ്പകൽ സമരം ഇതിൻ്റെ ഭാഗമായി നീറ്റ് CBSE വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അനീതിക്കെതിരെ സമരരംഗത്തേക്ക് SFI വരികയാണ്. അതിൻ്റെ ഭാഗമായി ഈ മാസം 11-ാം തീയതി എറണാകുളത്ത് ഞങ്ങൾ മറൈൻ ഡ്രൈവ് കേന്ദ്രീകരിച്ചു, അതിൻ്റെ ചുറ്റുവട്ടത്തും കേന്ദ്രീകരിച്ച് 1000 വിദ്യാർത്ഥികളുടെ ഒരു പ്രകടനവും മഹാറാലിയും CBSE നീറ്റ് ബാധിതരായിട്ടുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മഹാറാലി ഈ എറണാകുളം നഗരത്തിൽ സംഘടിപ്പിക്കുകയാണ്. അത് അവർക്ക് വേണ്ടി മാത്രമാണ്. ഇത് അവരുടെ ശബ്ദം ഉയർത്തി കേൾക്കാൻ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അവരുടെ കൂടെ നിന്ന് അവരോടൊപ്പം പോരാടാനാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അവരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മാസം 11-ന് എറണാകുളം കേന്ദ്രീകരിച്ച് ഒരു മഹാറാലി അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും. അതിൻ്റെ ഭാഗമായി വൻതോതിലുള്ള പ്രതിഷേധം അതിൻ്റെ ഭാഗമായി യൂണിറ്റ് തലം തൊട്ട് SFI ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതിനു പുറമെ 1 ലക്ഷം വിദ്യാർത്ഥികളുടെ സിഗ്നേച്ചർ ക്യാമ്പയിൻ SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് 1 ലക്ഷം വിദ്യാർത്ഥികളുടെ ഒപ്പുശേഖരണം നടത്തിക്കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന മുദ്രാവാക്യവുമായി 1 ലക്ഷം വിദ്യാർത്ഥികളുടെ ഒപ്പുശേഖരണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ വികലമായ നയങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ ഇത്തരത്തിലുള്ള സ്വകാര്യ കമ്പനികൾക്കും സ്വകാര്യ ഏജൻസികൾക്കും ഒക്കെ ഇത് എഴുതി കൊടുത്തു എന്നിരിക്കെ കഴിഞ്ഞ ദിവസമാണ് ധവളപത്രം ഇറക്കിക്കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ ഫൈനാൻസ് മിനിസ്റ്റർ കൂടിയായിട്ടുള്ള VD സതീശൻ ഈ പറഞ്ഞ പെൻഷൻ പ്രായം 2 വർഷം ഉയർത്തണമെന്ന തീരുമാനം എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം പറയാം, അത് അനുവദിക്കാൻ കേരളത്തിലെ SFI ഒരു ഘട്ടത്തിലും നിർവാഹമില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ ശക്തമായ സമരം SFI സംഘടിപ്പിക്കും. അത് അനുവദിക്കാൻ കഴിയില്ല. ഇപ്പോൾ നിയമന നിരോധനം അപ്രഖ്യാപിതമായി നടത്താനാണ് UDF സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അനുവദിക്കാൻ കഴിയില്ല. കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിച്ച് അവർക്ക് തൊഴിൽ സാധ്യതകൾ സർക്കാർ മേഖലയിൽ ഇപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ PSC നിയമനം നടക്കുന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. ഇതുവരെ 3.5 ലക്ഷത്തോളം തൊഴിലാണ് PSC നൽകിയത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. അപ്പോൾ അത് അങ്ങ് പൂട്ടിക്കളയാമെന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ശക്തമായി ചെറുക്കും, അനുവദിക്കില്ല. അതിനെതിരെ യൂണിറ്റുകളിലും ഏരിയ കേന്ദ്രങ്ങളിലും സമരം സംഘടിപ്പിക്കാൻ SFI തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് SFI മാർച്ച് ചെയ്യേണ്ടതായി വരും. അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക്, യുവജന വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിലേക്ക് UDF സർക്കാർ കടക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പോൾ 100 ദിന കർമ്മ പരിപാടി എന്നൊക്കെ പറയുന്നത് പോലെ അധികാരത്തിൽ വന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ PSCയുടെ കടക്കൽ കത്തിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്.
ഈ പ്രായപരിധി ഉയർത്തുന്നത്, പെൻഷൻ പ്രായം ഉയർത്തുന്നത്, അത് യുവാക്കൾക്കെതിരെയുള്ള പ്രവർത്തനമായി തന്നെ ഞങ്ങൾ കണ്ടുപോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതിൽ നിന്നും പിന്നോട്ട് പോകാൻ ഈ പറഞ്ഞ സർക്കാരിന് കഴിയണം. അതോടൊപ്പം MG സർവകലാശാലയുടെ VC, അതോടൊപ്പം സെനറ്റ്, ഇവിടങ്ങളിലേക്കൊക്കെ സംഘപരിവാറുകാരുടെ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമനം എന്നൊന്നും പറഞ്ഞുകൂടാ, ഘോഷയാത്ര എന്ന് പറയണം. കാരണം സെനറ്റിലേക്കൊക്കെ വന്ന സംഘപരിവാറുടെ എണ്ണം ആരെങ്കിലും തിരിച്ചറിഞ്ഞോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ റോജി M. ജോൺ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ, മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിലാണല്ലോ, ഈ ജില്ല ഉൾപ്പെടുന്ന സ്ഥലമാണല്ലോ MG സർവകലാശാല. അപ്പോൾ അവരുടെ മൂക്കിൻ്റെ താഴെയുള്ള ഈ സർവകലാശാലയിൽ നടക്കുന്നതൊക്കെ ഇവർ അറിയുന്നുണ്ടോ എന്നൊരു ചോദ്യം അങ്ങോട്ട് വെക്കുകയാണ്. അറിയുന്നുണ്ടോ? പ്രതിഷേധമൊക്കെ രണ്ടാമത്തെ കാര്യം, അറിയുന്നുണ്ടോ എന്നൊരു ചോദ്യം വെക്കുകയാണ്. ഈ പറഞ്ഞ VC-യുമായി ബന്ധപ്പെട്ട എന്താ നിലപാട്? മാവൂദ് സാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിലെ സംഘപരിവാർ രൂപീകരണത്തിൽ, പ്രത്യേകിച്ച് അധ്യാപക മേഖലയിലെ സംഘപരിവാർ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രബിന്ദുവായി പ്രവർത്തിച്ച ആളാണ്. കൊച്ചിൻ സർവകലാശാലയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകനാണ്. അപ്പം അദ്ദേഹമാണ് ഇപ്പോൾ MG സർവകലാശാലയുടെ VC. അതിൻ്റെ തുടർച്ചയിൽ ഈ പറഞ്ഞതുപോലെ സെനറ്റിലേക്ക് സംഘപരിവാറുകാരുടെ ഒരു ഘോഷയാത്ര തന്നെ വന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് സർക്കാർ കണ്ടിട്ടുണ്ടോ? ആ ലിസ്റ്റ് എവിടുന്ന് വന്നതാണ്? എന്തെങ്കിലും ഉത്തരം പറയാൻ ഇവർക്കുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. ആ വായൊന്ന് തുറക്കുമോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ വായൊന്ന് തുറന്ന് ഇതിനുത്തരം പറയാൻ തയ്യാറാകുമോ എന്നാണ് റോജി M. ജോണിനോടും VD സതീശനോടും ചോദിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധവും അതിൻ്റെ ഭാഗമായി അറിയിക്കുകയാണ്. അതാണ് അതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവിൽ മാധ്യമ സുഹൃത്തുക്കളോട് SFIയുടെ ഈ രണ്ട് വിഷയങ്ങളുടെയും നിലപാടും എന്ന നിലയിലും പൊതുവിലും സൂചിപ്പിക്കാനുള്ളത്.